പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയെ സ്വന്തമാക്കുവാൻ, അങ്ങയാൽ നിറയപ്പെടുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ ഭാഗ്യത്തെയോർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളിൽ വന്ന് നിറയണമേ, അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ മക്കളില്, ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങളില്, അവിടെ അവസ്ഥകളില്, ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ നിയോഗങ്ങളിലും കർത്താവെ അങ്ങ് വന്ന് ഇടപെടണം. അങ്ങയുടെ സർവാധിപത്യം, അങ്ങയുടെ സർവശക്തി, അങ്ങയുടെ പരമാധികാരം കർത്താവെ ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും അങ്ങ് സംസ്ഥാപിതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മറ്റൊരു അധികാരിയോ മറ്റൊരു ശക്തിയോ മറ്റൊരു ആധിപത്യമോ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ കുടുംബത്തെയോ അടിമപ്പെടുത്താനോ നയിക്കാനോ നിയന്ത്രിക്കാനോ ഇടയാകാത്ത വിധത്തില് കർത്താവെ അങ്ങയുടെ സർവാധിപത്യം, അങ്ങയുടെ സർവശക്തി ഞങ്ങളിൽ പ്രകടമാക്കണമേ. ഈശോയെ, മക്കളെ സമർപ്പിക്കുന്നു, ഇവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഇവരുടെ പ്രിയപ്പെട്ട മക്കള്, യുവമക്കള്, കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, ഒരു വലിയ കൂട്ടായ്മയില് ഒരു കുടുംബം പോലെ അങ്ങയുടെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് അങ്ങാണല്ലോ കർത്താവേ അങ്ങയുടെ മക്കളെ കൂട്ടിച്ചേർത്തത്. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങള്, പ്രാർത്ഥനകള് ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കാൻ അങ്ങനെ വിളിച്ചിരിക്കുമ്പോ കർത്താവെ ഇതെല്ലാം കൂടി ചേർത്ത് ഇവിടെ നിയോഗങ്ങള്, പ്രാർത്ഥനകള് ഈ മക്കളെ ഓരോരുത്തരെയും, ഇവരുടെ കുടുംബങ്ങളെയും, ഇവരുടെ മക്കളെയും, കൊച്ചുമക്കളെയും, യുവമക്കളെയും എല്ലാത്തിനു മുമ്പില് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സർവാധിപത്യം അങ്ങ് പ്രകടമാക്കണം, അങ്ങയുടെ അധികാരം അങ്ങ് പ്രകടമാക്കണം, അങ്ങയുടെ ശക്തി അങ്ങ് പ്രകടമാക്കണം. അങ്ങയുടെ മക്കളുടെ മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം അങ്ങ് പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം സംഭവിക്കട്ടെ. അതിനായി ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ ശക്തി ഈ മക്കളിലേക്കൊക്കെ പ്രവഹിക്കട്ടെ. ഇവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിലേക്ക് വിശുദ്ധ കുർബാനയിൽ നിന്നുള്ള ദൈവിക ശക്തി പ്രവഹിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ദിവ്യകാരുണ്യ ശക്തിയിൽ, ജീവന്റെ സമൃദ്ധിയിലും കൃപയിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ക്രിസ്മസിന്റെ ചൈതന്യത്തില് നമ്മള് വലിയ പ്രാർത്ഥനയോടെ, വലിയ ശക്തിയോടെ ഒരുക്കി നമ്മളെ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തില്, ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലായിരുന്നുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങള് 2026 നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ സ്വന്തമാക്കിയ ജീവിതം ജീവിക്കാൻ നമുക്ക് കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 29-30 തിരുവചനങ്ങൾ. പശ്ചാത്തലം, ശിമയോൻ ഈശോയെ കൈകളിലെടുക്കുന്നു. ദേവാലയത്തിൽ കാഴ്ചവയ്ക്കപ്പെടുന്ന ഈശോ ശിമയോൻ കൈയിലെടുത്തിട്ട് പറയുന്ന വചനമാണ് കേട്ടോ. അവിടെ പറയുന്നത്, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്ക് വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. കണ്ടോ, കർത്താവിനെ കയ്യിലെടുത്തു, ഈശോയെ കയ്യിലെടുത്തു. ആ രക്ഷ, സകല ജനപദങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സമാധാനത്തിൽ വിട്ടയക്കണമേ. അതാണ് മക്കളെ, കർത്താവിനെ കണ്ട് മുട്ടിയവന്റെ, കർത്താവിനെ സ്വന്തമാക്കിയവന്റെ, കർത്താവാകുന്ന രക്ഷ അനുഭവിച്ചവന്റെ ഒരു മനോഭാവം എന്താണ്? എനിക്കിനി ഇവിടെ ജീവിക്കണ്ട. കണ്ടോ, കർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട. സമാധാനത്തിൽ വിട്ടയക്കണമേ. സമാധാനമായി, സമാധാനമായി. കർത്താവിനെ കണ്ടു, കർത്താവിനെ കയ്യിലെടുത്തു, കർത്താവിനെ സ്വീകരിച്ചു, കർത്താവിനെ അനുഭവിച്ചു, സമാധാനമായി. അതുകൊണ്ട് എന്റെ മക്കളെ, ഈ ഈശോയെ കിട്ടിയാണ്ടല്ലോ നമ്മുടെ മക്കൾക്ക്, നമുക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് സമാധാനം ശരിക്കുള്ളത് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ
സ്നേഹം, സമാധാനം, സന്തോഷം, വിശുദ്ധി, അതോടൊപ്പം തന്നെ അനുസരണം, ക്ഷമ എല്ലാം ഉണ്ട്. മാത്രമല്ല ഈശോയെ കിട്ടിയ സമാധാനം കിട്ടിയാണല്ലോ നമ്മുടെ മക്കളാരും സമാധാനം തേടി കണ്ണിക്കണ്ടവന്റെ പിന്നാലെ പോവില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കറങ്ങി നടക്കത്തില്ല. കണ്ണിക്കണ്ട പബ്ബുകളിലും ബാറുകളിലും പോവില്ല. കൂട്ടുകൂടി ഒന്നിനെ പിന്നാലെ പോകില്ല. തെറ്റായ സ്നേഹബന്ധത്തിൽ പോവില്ല. കണ്ണിക്കണ്ടവന്മാരെ സ്നേഹിക്കാനും ലവ് ജിഹാദിപ്പെടാനും വശീകരിക്കപ്പെടാനും ഇട കൊടുക്കില്ല. ഈ കർത്താവാകുന്ന സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ, അതുകൊണ്ട് ആ സമാധാനത്തിൽ ജീവിക്കാൻ ഇതാ വലിയൊരു അഭിഷേകം ലഭിക്കാം. അതൊരു വശം. മറുവശത്ത് പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചില്ലേലും കുഴപ്പമില്ല. രോഗാവസ്ഥയാണെന്ന് ഓർത്തോ, മരണ കിടക്കലാണെന്ന് ഓർത്തോ, ഈ സമയത്താണ് വാർദ്ധക്യത്തില് മരണാസന്നെ കഴിയുന്നവര്, ഒത്തിരി മരണഭയത്തിൽ കഴിയുന്നവര് ഈ പേടിയുണ്ടാവില്ല. കർത്താവിനെ കിട്ടി, സമാധാനായി. മരിച്ചാലും കുഴപ്പമില്ല. അതിലിച്ച് പറഞ്ഞ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണത്തെ ഓർത്ത് പേടിക്കണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമാധാനം ഈശോയാണ്. ഈശോയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം കിട്ടി. പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ടല്ലേ ഈശോയെ സ്വീകരിച്ച ഒത്തിരിയേറെ മക്കള് വിശുദ്ധ കുർബാന മാത്രം ചിന്തിക്കാൻ പോലും പറ്റില്ല, വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന എത്രയോ വിശുദ്ധരുണ്ട്, ജീവിച്ച എത്രയോ വിശുദ്ധരുണ്ട്. അതുകൊണ്ട് ഈശോയെ കിട്ടുന്നതിലാണ് മക്കളെ രക്ഷ. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. ഈശോയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം, ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് അച്ഛൻ ഈ ദിവസങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്ന മക്കൾക്ക് വേണ്ടി ഒറ്റ പ്രാർത്ഥന മതി. ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയെ കിട്ടണം, അങ്ങയെ കിട്ടണം. ഞങ്ങളുടെ മക്കളിലേക്ക് അങ്ങ് ചെല്ലണം, അങ്ങ് വസിക്കണം, അങ്ങ് ഏറ്റെടുക്കണം. അതിനുവേണ്ടി അതോടൊപ്പം നമ്മുടെ മക്കളും അതിനുവേണ്ടി ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട് തീരണം. നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ വൈദികര്, നമ്മുടെ അഭിവന്യ പിതാക്കന്മാര്, നമ്മുടെ സന്യസ്തര്, നമ്മുടെ കുടുംബാംഗങ്ങള്, ജീവിത പങ്കാളി എല്ലാവരും ഈശോയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം. അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ്? ഈശോയെ, ഞങ്ങളുടെ മക്കളിലേക്ക് അങ്ങ് ചെല്ലണമേ, എൻ്റെ ഭർത്താവിലേക്ക്, എൻ്റെ ഭാര്യയിലേക്ക്, എൻ്റെ ഇടവക വൈദികരിലേക്ക്, എൻ്റെ അധികാരികളിലേക്ക് ഈശോയെ അങ്ങ് ചെല്ലണം, അങ്ങ് ഏറ്റെടുക്കണം, അങ്ങ് നിയന്ത്രിക്കണം. അങ്ങയെ അവരനുഭവിച്ചാൽ സമാധാനമായി. പിന്നെ ഈ കണ്ണിക്കണ്ട വാശി, അധികാരത്തിന്റെ വഴക്ക്, നമ്മുടെ കുർബാന പ്രശ്നം, അതിന് വഴക്ക് ഈശോയെ കിട്ടിയ ഒരുത്തരും വഴക്കടിക്കാൻ പോവില്ല. അവൻ ഈശോയോട് പറയും, ഈശോയെ, എനിക്ക് സമാധാനം അങ്ങാണ്, അങ്ങയെ കിട്ടി, അങ്ങിടപെട്. ഇന്ന് ഈ സഭയിൽ നടക്കുന്ന വഴക്കും ഈ സമരവും ഈ ഒച്ചപ്പാടും അതിന്റെ പേരിലുള്ള സത്യം പറയാലോ, നമ്മുടെ ഈ പറഞ്ഞ അധികാരികളും വൈദികരും ഇതുമായിട്ട് ബന്ധപ്പെട്ട അൽമായരും ഈശോയെ കിട്ടിയവരെന്ന്, ഈശോയെ കിട്ടിയ ഒരുത്തനും ഈ പരിപാടിക്ക് പോവില്ല. അവനാ സമാധാനമുണ്ട്. മാത്രമല്ല അവൻ ഈശോയോട് പറയും, ഈശോയെ, ഈ കുർബാന പ്രശ്നം അങ്ങ് പരിഹരിക്കണം കേട്ടോ, അങ്ങയുടെ ജീവനാ, അങ്ങയുടെ ബലിയാ, അങ്ങയുടെ മരണോ, അങ്ങയുടെ രക്ഷയാ, അങ്ങ് പരിഹരിക്കണം. ഇവിടെ പിശാചി കയറി കളിക്കല്ലേ. സങ്കടം കൊണ്ട് പറയാ, ഈ നടക്കുന്ന കാര്യങ്ങൾ, അതിന്റെ പേര് വഴക്ക്, അതിന്റെ പേര് ഇടുന്ന വീഡിയോ, ഈ വീഡിയോ ഇറക്കണമാരൊക്കെ ഉണ്ടല്ലോ, കർത്താവിന്റെ ഭയങ്കര പിശാചിന്റെ വക്താക്കളാണ്. വാശിയുടെ വീഡിയോ, വഴക്കിന്റെ വീഡിയോ, കേസിന്റെ വീഡിയോ, ഇതൊക്കെ വിട്ട് പിന്നത്തെ വെറുപ്പ് വാശി ഉണ്ടാക്കി ആരെയ മക്കളെ കളിപ്പിക്കണ? അറിയാണ്ട് പറഞ്ഞു പോയതാ, എന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിശാചിനെ നിയന്ത്രിക്ക്. ഈ കർത്താവിന് ശെമിയോന് കിട്ടിയ പോലെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അച്ഛന്മാരും നമ്മുടെ അഭിവന്യ പിതാക്കന്മാരും നമ്മുടെ അൽമായരും ഈ വക പരിപാടിക്കും അടുക്കിനൊന്നും പോവില്ല. പ്രാർത്ഥിക്കും മക്കളെ. എല്ലാത്തിനും പരിഹാരം കോടതിയല്ല, കേസല്ല, സമരല്ല, ഈശോയാണ്. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത മണ്ടന്മാരായി പോയില്ലോ നമ്മുടെ ചില അധികാരികളും ചില വൈദികരും ചില അൽമായരും നേതാക്കന്മാരെന്നുള്ളതില് ചങ്ക് പൊട്ടുന്ന വേദനയുണ്ട്, സങ്കടമുണ്ട്. എല്ലാം ഈശോയുടെ മുമ്പിലേക്ക് പറയാം, സമർപ്പിക്കാം. ഈ രക്ഷ കണ്ടെത്തിയവർ ആയിരിക്കട്ടെ നമ്മുടെ അധികാരികൾ. ഈ രക്ഷകനെ കയ്യിലെടുത്ത് ശെമിയോനെ പോലെ പ്രാർത്ഥനയിലായിരിക്കുന്ന, ദേവാലയത്തിലായിരിക്കുന്ന ശെമിയോൻ, അതുപോലെ ഈശോയെ കൈകളിലെടുത്തിട്ട് കർത്താവേ കാണാനുള്ള അഭിഷേകം, വലിയ അനുഭവം, അനുഗ്രഹം അഭിവന്യ പിതാക്കന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും നമ്മുടെ എല്ലാ ആത്മായ നേതാക്കന്മാർക്കും ലഭിക്കട്ടെ. പിന്നെ കർത്താവ് ചെയ്തു, ഈശോയെ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മക്കളോട്
ഞങ്ങളുടെ സഭയോട്, ഞങ്ങളുടെ അധികാരികളോട് കരുണയായിരിക്കണമേ. അങ്ങയെ കൈകളിലെടുക്കാൻ, അങ്ങയെ കാണാൻ, ആ സമാധാനം അനുഭവിക്കാൻ, ഈ ലോകത്തിന്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കടിച്ച്, തമ്മിൽ തല്ലി, വാശി പിടിച്ച്, മദ്യപിച്ച്, കേസ് നടത്തി, സമരം ചെയ്ത്, നശിച്ച് അടങ്ങി പിശാചിന് അടിമപ്പെട്ടു പോകാതെ ഈശോയെ, അങ്ങാണല്ലോ രക്ഷ. അങ്ങയെ കൈകളിലെടുക്കാൻ, അങ്ങയെ സ്വന്തമാക്കാൻ, എല്ലാം അങ്ങേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ വലിയ കൃപ ഞങ്ങൾക്കും, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും, ഞങ്ങളുടെ മക്കൾക്കും, ഞങ്ങളുടെ സഭാധികാരികൾക്കും കർത്താവേ എല്ലാ മക്കൾക്കും നൽകണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ നിയോഗങ്ങളൊക്കെ കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. മക്കളെ എല്ലാം സമർപ്പിക്കും. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും കൃപകളും ചൊരിയുന്ന കർത്താവിനെ സ്വീകരിച്ച്, കർത്താവിനാൽ സമാധാനം ലഭിച്ച്, കർത്താവിനാൽ നയിക്കപ്പെടാനുള്ള അഭിഷേകം എല്ലാ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ ആശീർവാദം സ്വീകരിക്കുന്നതിന് വേണ്ടി ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങയെ സ്വന്തമാക്കാൻ, അങ്ങയെ കൈകളിലെടുക്കാൻ, അങ്ങയെ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയവരെ ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ആ ഭാഗ്യം ജീവിക്കാനുള്ള കൃപ നൽകണമേ. പിശാച് തടസ്സപ്പെടുത്താനിടയാകാത്ത വിധം അവന് അവസരം കിട്ടാതിരിക്കാൻ കർത്താവെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇത് ചെയ്യാനുള്ള ജ്ഞാനവും അറിവും വിവേകവും ദൈവഭയവും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾക്കും എല്ലാം നൽകി അനുഗ്രഹിക്കണമേ.